ഹായ് എല്ലാവർക്കും നമസ്കാരം. ഫിറോസ് ദാദുവാണ്. ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഷോർട്സ് കാണുമ്പോഴും അതുപോലെ യൂട്യൂബിൽ ഷോർട്സ് കാണുമ്പോഴും അതുപോലെ തന്നെ ടിക്ടോക്കിലൊക്കെ ഷോർട്സ് കാണുന്ന സമയത്ത് നമ്മൾ കൈ വിരൽ കൊണ്ട് ഇങ്ങനെ നീക്കിയാണ് കാണാറ്. എന്നാൽ അതിന്റെ ആവശ്യമില്ല. നമ്മുടെ ഫോൺ എവിടെയെങ്കിലും വെച്ചതിന് ശേഷം നമ്മൾ ഫോണിന്റെ മുന്നിൽ നിന്നുകൊണ്ട് കൈകൊണ്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഷോർട്സ് മുകളിലേക്ക് പോകുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ലിങ്ക് ഇവിടെ താഴെ കമന്റ് ബോക്സിലുണ്ട്. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷൻ. നമ്മൾ കൈ വിരലുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. നമ്മൾ റീൽസ് മുകളിലേക്ക് ഓട്ടോമാറ്റിക് സെൻസ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമുക്ക് വെറുതെ മൊബൈലിന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഈ ഒരു സെൻസർ വെച്ചുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അത് എങ്ങനെ വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പെർമിഷനും കാര്യങ്ങളും നിങ്ങൾ അലോ ചെയ്യുക. ഇവിടെ കാണുന്ന അഗ്രി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് 4 പ്രാവശ്യം നിങ്ങൾ അഗ്രി കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ മേലെ ടച്ച് ചെയ്യുക. ഫുള്ള് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ഒരു ചെറിയ പെർമിഷൻ കൂടി കൊടുക്കേണ്ടതുള്ളൂ. അവിടെ ഓക്കെ കൊടുത്ത് ആ പെർമിഷൻ കൊടുക്കുക. അവിടെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ആപ്സ് എന്ന് കാണാൻ ഏറ്റവും താഴെ അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പിൻ്റെ പേര് കാണിക്കും. അത് നിങ്ങൾ ഇതുപോലെ എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ പെർമിഷൻ നിങ്ങൾ അലോ ചെയ്യുക. അലോ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ മേലെ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ 3 ഈ വിരൽ കൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് നമുക്കിവിടെ സെൻസ് കൊടുക്കണം. അപ്പം യെസ് ഐ ആം റെഡി എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ടച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ നമുക്ക് തരും. അതേപോലെ നമ്മുടെ കൈ വിരൽ മുന്നിൽ വെച്ചുകൂടി നമ്മൾ ചെയ്യണം. ഓക്കെ, ഞാൻ ഈ ഒരു പച്ച കാണുന്ന ഭാഗത്ത് എൻ്റെ കൈ ഞാൻ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഇതുപോലെ നമുക്ക് ഏത് രീതിയിലാണ് നമ്മൾ മുകളിലേക്ക് സ്വൈപ്പ് ചെയ്യുന്നത് ആ രീതി നിങ്ങളിവിടെ കറക്റ്റ് കൊടുക്കണം. മുകളിലുള്ള ഫോട്ടോയിൽ അയാൾ കാണിച്ചു തരുന്നത് അതേ രീതി ആക്കി കൊടുക്കുക. അപ്പോൾ മുകളിൽ ഒരു ട്യൂട്ടോറിയൽ ഉണ്ടോ, ഒരു പച്ച കളറൊക്കെ പോകണില്ല, അത് ഫുള്ള് പോകുന്ന വരെ വെയിറ്റ് ചെയ്യണം. എന്നുവെച്ചാൽ ഉണ്ടോ വെൽഡൻ ഓക്കെ ആയിട്ടുണ്ട്. അങ്ങനെ 3 പ്രാവശ്യം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ 3 പ്രാവശ്യം നിങ്ങൾ കൈ വിരലുകൊണ്ട് ഇതുപോലെ ഉണ്ട്. അപ്പോൾ ഇനിയുള്ളത് ഇങ്ങനെയാണ്, ഈ ഒരു പൊസിഷനാണ്. അപ്പോൾ താഴത്തേക്ക് ആക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു പൊസിഷൻ ഇതുപോലെ ആക്കി കൊടുക്കുക. ഓക്കെ, നമ്മൾ കൈ വിരലുകൊണ്ട് ഇതുപോലെ ആക്കി കൊടുക്കുക. അപ്പോൾ ക്യാമറയിൽ ആ താഴെ പച്ച ബട്ടന് അപ്പോൾ നമ്മുടെ കൈ വിരലുകൊണ്ട് നിങ്ങൾ ചെയ്യണം. എന്നാൽ മാത്രമേ കറക്റ്റ് ആവുള്ളൂ. അതിന് ഞാനിതിങ്ങനെ സ്ക്രീൻ റെക്കോർഡ് ചെയ്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ക്യാമറ ഷൂട്ട് ചെയ്യുമ്പോൾ അത്രയ്ക്ക് വൃത്തിയായി കാണൂല. അപ്പോൾ കൈ വിരലുകൊണ്ട് ഇതുപോലെ ആക്കി കൊടുക്കുക. അപ്പോൾ മുകളിലുള്ള ആ ഒരു പച്ച കളർ ഫുൾ ആകുന്നതിന് ആക്കി. അപ്പോൾ വെൽഡൻ ഓക്കെ, റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത ഒന്നും കൂടി ചോദിക്കും. ഓക്കെ, ഇനി 2 വിരൽ കൊണ്ടുള്ള ചോദിക്കുന്നുണ്ട്. അപ്പോൾ 2 വിരലും അതുപോലെ തന്നെ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കൈ ജസ്റ്റ് അടിക്കും മേപ്പിട്ടും ഇങ്ങനെ ആക്കി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഗ്രേറ്റ് ജോബ്. വീണ്ടും ആക്കി കൊടുക്കുക, അത് ഫുള്ളാകുന്നവരെ. ഓക്കെ, ഫുള്ളായി കഴിഞ്ഞു. ഇനി ആ സെറ്റിങ്സിൻ്റെ ഭാഗത്ത് ഓരോന്നിൻ്റെ ഭാഗത്ത് ജസ്റ്റ് ടച്ച് ചെയ്ത് അവർ ട്യൂട്ടോറിയൽ കാണിച്ചു തരുന്നത്. അപ്പോൾ അവിടെ ഒരു എനേബിൾ ചെയ്യാനുള്ള ബട്ടൺ ഉണ്ടാവും. ആ ബട്ടൺ കൂടി നിങ്ങൾ എനേബിൾ ചെയ്യുക. ഇനി നമുക്ക് ഏത് സോഷ്യൽ മീഡിയ വേണ്ടത് ആ സോഷ്യൽ മീഡിയ മുകളിൽ ജസ്റ്റ് ടച്ച് ചെയ്യുക. അപ്പോൾ ഞാൻ റീൽസാണ് ഇവിടെ ടച്ച് ചെയ്യുന്നത്. അവിടെ താഴത്തൊരു പച്ച സ്ക്രീൻ ഉണ്ടല്ലേ, അപ്പോൾ നമ്മൾ പുറത്ത് നിന്നുകൊണ്ട് നമ്മൾ കൈ വിരൽ കൊണ്ട് ഇങ്ങനെ ആക്കി കൊടുത്താൽ മാത്രം അത് മുകളിലേക്ക് താഴേക്ക് പോകുന്നതാണ്. പക്ഷേ ഞാൻ അത് ശരിക്കും നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് നിങ്ങൾക്ക് ഈ സ്ക്രീൻ റെക്കോർഡിൽ മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ പുറത്ത് നിന്ന് ക്യാമറ ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, സെറ്റിങ്സിൽ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഈ ആപ്പിൽ തന്നെ ഓപ്പൺ ചെയ്യണം. ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ടിക്ടോക്ക് ആണെങ്കിലും ഈ ആപ്പിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾ ഓപ്പൺ ചെയ്താൽ മാത്രമേ ഡിറ്റക്റ്റ് ആവുകയുള്ളൂ. ഓക്കെ, ഉണ്ടോ, ഇതിപ്പോൾ ഞാൻ അങ്ങനെ സെറ്റ് ആക്കിയതാണ്. ഇനി നമുക്ക് ഇതുപോലെ കൈ വിരൽ കൊണ്ട് നീക്കി കൊടുക്കാം. ഓക്കെ, മൊബൈൽ ടച്ച് ചെയ്യാതാണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ജസ്റ്റ് വേറെ മൊബൈൽ ഷൂട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇനി ഫോൺ എവിടെയും വെച്ചതിന് ശേഷം ഇതുപോലെ കൈ വിരൽ കൊണ്ട് ഇതുപോലെ ആക്കി കൊടുത്താൽ നിങ്ങൾക്ക് മാപ്പോട്ടും അതുപോലെ തന്നെ താഴേക്കും പോകുന്നതാണ്. ഞാനിവിടെ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തതുകൊണ്ടാണ്, 2 ഒരേ സമയം ചെയ്തുകൊണ്ടാണ് കറക്റ്റ് ആവാത്തത്. നിങ്ങൾക്ക് ഇത് കറക്റ്റ് ആയിക്കാരം. എന്തായാലും മാക്സിമം കൂടുതൽ വീഡിയോ ഷെയർ ചെയ്യുക. അതിൻ്റെ ലിങ്ക് വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിലുണ്ട്.